എന്റെ പൊന്നു കേസ്, ഞാൻ കട വരെ പോയിട്ട് വന്നു ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നു. വേറൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരെക്കാളും ചെലവാണ് പെറ്റ്സിനെ വളർത്താനായിട്ട്. പ്രത്യേകിച്ച് ഈ പൂച്ചയും പട്ടിയൊക്കെ. ബാക്കിയുള്ള പെറ്റ്സിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, പൂച്ചേനെ പട്ടിയുടെ കാര്യം പറഞ്ഞു. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ വലിയൊരു പൂച്ചപ്രാന്തിയാ. പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ജന്മം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ വളർത്താനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഷാമ്പു മേടിക്കാൻ പോയത്. ഈ ഒരു കുഞ്ഞിക്ക ബോട്ടിൽ ഷാമ്പുവിന് 160 രൂപ. ഞാൻ പോലും തലയിൽ കൂടിപ്പോയ 10-15 രൂപയുടെ ഷാമ്പു ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. ഷാമ്പു അങ്ങനെ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ ഇത്രയും പൈസ, ഇത് 2-3 കുളിക്കുള്ളത് പോലും ഇല്ല. പിന്നെ പൂച്ച വളർത്തുമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറയും, നിനക്ക് വട്ടാണോ പ്രാന്താണോ. വെറുതെ ഒന്നുമല്ല, നല്ല പോലെ പൈസ ചിലവാക്കിയിട്ടാണ്. ഇതിന് ഫുഡ് മേടിക്കണേ തന്നെ വേണം 3 ദിവസം കൂടുമ്പോൾ 160 രൂപ. 160 രൂപയ്ക്ക് ഉള്ളതേ ഉള്ളൂ 3 ദിവസം ഫുഡ്. ഒരു 500 ഗ്രാമിന്റെ പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അല്ലാത്ത പാക്കറ്റ് ആണെങ്കിൽ തന്നെ ചെറിയ പാക്കറ്റ് ഈ പറഞ്ഞ പോലെ 170-180 ആ ഒരു റേഞ്ചിൽ എങ്ങനെ പോലെ. അത് 3 ദിവസത്തേക്കേ ഉള്ളൂ. ഈ ഇടയ്ക്ക് സിംബയ്ക്കൊരു പനി. സിംബ എന്റെ ക്യാറ്റാ. ഞാൻ പിന്നെ ഇതിന്റെ ഒന്നും പടം ഷെയർ ചെയ്യാത്ത എനിക്ക് പേടിയാ കണ്ണ് കിട്ടുമെന്നുള്ളത്. കാരണം അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓമനിച്ച് വളർത്തിയ പൂച്ചയുടെ ഒക്കെ പടം എടുത്തിടും. 2 ദിവസം കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും അസുഖം വരും, അത് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് പേടിയായിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ എന്റെ പേഷ്യൻ ക്യാറ്റിന്റെയും എന്റെ കുഞ്ഞിന്റെ ഒന്നും പടം ഒന്നും ഷെയർ ചെയ്യാത്തതും പുറത്ത് ആരെയും കാണിക്കാത്ത. ആരും കാണിക്കത്തൂല. വീട്ടിൽ എനിക്ക് ഇച്ചിരി കുശുമ്പ് കൂടുതലാക്കി. ഞാൻ എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടുവന്ന് അതിനെ പൂട്ടിയിടും. ഞാൻ അവർ പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിന്റെ റൂമിൽ നിന്ന് തുറന്നു എടുത്തുള്ളൂ. കാരണം എനിക്ക് പേടിയാണ്. കാരണം ഇത്രയും കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കൂടി മേലും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതിന് ബ്രീഡ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ തന്നെ 4000-5000 രൂപയാവും ബ്രീഡ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ. പിന്നെ പോരാത്തിന് അവരൊരു കുഞ്ഞിനെ ചോദിച്ചാൽ അവർക്കൊരു പൂച്ചക്കുഞ്ഞിനെയും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ലപോലെ പൈസ മുടക്കിയിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ വളർത്തുന്നത്. അപ്പൊ ചിലര് അവള് പൂച്ച വളർത്തി നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ചുമ്മാ എനിക്ക് എന്തോ അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ. നമ്മളതിന്റെ പുറകിൽ ഇത്ര എഫേർട്ട് ഇട്ടാ ഇതിനെയൊക്കെ വളർത്തുന്നത്. നമുക്ക് ഇതിനോടായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇപ്പൊ ചിലർ ചോദിക്കും ഇപ്പൊ ഇതൊക്കെ എന്തിനും ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നതെന്ന്. പ്രസംഗിച്ചത് വേറൊന്നും കൊണ്ടല്ല. ചിലർ ഒരു വർത്താനമുണ്ട്, അവള് പൂച്ച വളർത്തി നടക്കുക. അങ്ങനെ വളർത്തി നടക്കുന്ന പൂച്ചയല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കൊച്ചുങ്ങളെ വളർത്തുന്ന പോലെ നമ്മൾ അത്ര കെയർ കൊടുത്ത് വളർത്തുന്നു. ഇതിനോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട്. ആരെങ്കിലും ചോദിക്കും നിന്നോട് ഞങ്ങൾ വളർത്താൻ പറഞ്ഞോന്ന് ചോദിക്കും. അതല്ല, എനിക്കിതിനോടൊക്കെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിന്റെ പുറകെ മെനക്കെട്ട് ഇങ്ങനെ നടക്കുന്നത്. അതിപ്പോ എല്ലാവർക്കും ആ ഒരു ഫീലിങ്സ് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ പൂച്ചനെയും പട്ടീനെയൊക്കെ അത്രത്തോളം കെയർ ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ കുഞ്ഞു പിള്ളേരെക്കാളും ജീവനാണ് പൂച്ചയും പട്ടീനൊക്കെ പറയുന്നത്. എനിക്ക് എന്നാന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ്. അതിപ്പോ മറ്റുള്ളവർ അത് കുറ്റമായിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ മൈൻഡിൽ എനിക്ക് പൂച്ചയും പട്ടികളൊക്കെ അത്രയ്ക്കും പ്രാന്താണ്. അപ്പം പറഞ്ഞത് വേറൊന്നുമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ ആൾക്കാർ ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിലെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് വട്ടാണോ. വെറുതെ ഒന്നുമല്ല, അതാ ഞാൻ പറയാൻ വന്നത്. നല്ലപോലെ പൈസ മുടക്കിയിട്ട് വെറുതെ വളർത്താനായിട്ട് പ്രാന്തൊന്നുമില്ല. ഇതിനൊക്കെ വേണ്ടി ചെലവാക്കാനായിട്ട് എന്റെ കയ്യിൽ ഞാൻ ജോലി ചെയ്യുന്ന പൈസ പകുതിയും പോകുന്നത് പൂച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതെന്റെ അമ്മ എന്നോട് പറയാറുണ്ട്. ഈ കണ്ട സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നത് എന്തിനാന്ന് ചോദിച്ച് ഒച്ച വെക്കാറുണ്ട്. എനിക്ക് ഒരു പേഷ്യൻ ക്യാറ്റും പിന്നെ അതിന്റെ കുഞ്ഞുമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നോർമൽ പൂച്ച. പിന്നെ പോരാത്തതിന് പട്ടിയുണ്ട്, 2 പട്ടിയുണ്ട്. അതേ പോണോർമ്മ. മാസം ഇഞ്ചക്ഷൻ എടുക്കണം. അതിന്റെ വാക്സിന് മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ഗ്ലൗസ് തൊട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന നീഡിൽ വരെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണം. അതിനൊക്കെ വേറെ പൈസയാവും. അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. പിന്നെ ആ പോയ സാധനത്തിന് ലൈസൻസ് എടുക്കാൻ വേണ്ടി തന്നെ, കാരണം പട്ടിനെ വളർത്താൻ ലൈസൻസ് വേണമല്ലോ, അതെടുക്കാൻ തന്നെ ഒരു തുകയായി. അപ്പൊ അങ്ങനെ നമ്മൾ അത്യാവശ്യം പൈസ മുടക്കിയിട്ട് ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു പ്രാന്ത് കയറിയിട്ട് വളർത്തുന്നതല്ല. റേഷനറി ഒന്നും കൊടുത്താൽ അത് ഇന്നത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് അതൊക്കെ.